മദ്യം ഒഴിവാക്കാൻ സ്റ്റാലിനോട് ആവശ്യപ്പെട്ട് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ വല്യപ്പച്ചൻ പോകുന്നതിന് മുമ്പ് തന്നെ അലീനയോട് പറയാണ്, മോളെ ശ്രദ്ധിക്കണം, നീ ആവശ്യമില്ലാതെ അവനായിട്ട് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് പോകേണ്ട എന്ന് പറയുന്നു. നിങ്ങൾക്കിടയിൽ മധ്യസ്ഥം പറയാൻ ഞാനില്ല എന്നുള്ളൊരു ബോധ്യം നിനക്ക് വേണമെന്ന് പറയുന്നു. അവനെ ചില കാര്യത്തിലൊന്നും നിയന്ത്രിക്കാൻ എനിക്ക് വരെ ഭയമാണ്. അവനെ ചില നേരത്തൊക്കെ വിട്ടേക്ക് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം അലീന വല്യപ്പച്ചനോട് പറയാ, അങ്ങനെ വിടാനൊന്നും പറ്റില്ല, ഇനി ഞാൻ ശരിക്കും മുറുകെ പിടിക്കാനായിട്ട് പോവുകയാണ് എന്ന് അലീന പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. എൻ്റെ മോളെ, നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല, സൂക്ഷിച്ചും കണ്ടൊക്കെ വേണമെന്ന് പറയുന്നു. കാരണം നിനക്ക് ചുറ്റും ഇവിടെയുള്ളവർ നിന്നോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇരിക്കുകയായിരിക്കും എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് ഓർത്ത് വല്യപ്പച്ചൻ പേടിക്കൊന്നും വേണ്ടെന്നേ, എനിക്ക് ഒരു പോറൽ പോലും വരാതെ നോക്കാൻ എനിക്കറിയാമെന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ വല്യപ്പച്ചന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. എന്തായാലും നിൻ്റെ പദ്ധതിയുമായിട്ട് നീ മുന്നോട്ട് പോയിക്കോളൂ, ഒരാഴ്ച കഴിയുമ്പോഴേക്കും വല്യപ്പച്ചൻ തിരികെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തുകൊണ്ട് വല്യപ്പച്ചൻ യാത്രയാവുകയാണ്. വല്യപ്പച്ചൻ പോയി കഴിയുമ്പോൾ നമ്മുടെ കാര്യസ്ഥനാണെങ്കിൽ ഒരു ശ്വാസം പുറത്തേക്ക് വിടുന്നുണ്ട്. കാരണം അലീനയ്ക്ക് കാലത്ത് പറയാനും വക്കാലത്ത് സൈഡിലൊക്കെ നിൽക്കാനും നമ്മുടെ വല്യപ്പച്ചൻ ഉണ്ടായിരുന്നല്ലോ. ഇനി അത് ഇല്ല എന്നുള്ള ഓർത്തുള്ള ഒരു സന്തോഷമാണ് നമ്മുടെ കാര്യസ്ഥൻ്റെ മുഖത്ത് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ കാര്യസ്ഥനാണെങ്കിൽ അത് അടുക്കളയിലുള്ള പൗലോസിനോടും ഡ്രൈവറോടൊക്കെ പോയി പറയുന്നുണ്ട് എന്നും കാണാനായിട്ട് സാധിക്കും. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുക, അലീന ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇരിക്കാനായിട്ട് തുടങ്ങുകയാണ്. കാരണം വല്യപ്പച്ചനുണ്ടെങ്കിലേ അലീനയ്ക്കൊരു ഉഷാറുള്ളൂ എന്ന് കാണാൻ കഴിയും. നിരന്തരമായിട്ട് വല്യപ്പച്ചൻ മാത്രമേ അലീനയോട് വന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അലീന വല്ലാതെ ഒറ്റയ്ക്കായി പോകുന്നുണ്ട്. സ്റ്റാലിനാണെങ്കിൽ ഏത് നേരവും മദ്യപിക്കാൻ തന്നെയാണല്ലോ നേരമുള്ളൂ. മകളുണ്ടെന്നുള്ള ചിന്തയൊന്നും സ്റ്റാലിനില്ല. സ്റ്റാലിനാണെങ്കിൽ അലീന ഒരു അഹങ്കാരിയാണ്, അവൾക്ക് കുറച്ച് എല്ല് കൂടുതലാണ് എന്നുള്ള തൻ്റെ മനോഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. തൻ്റെ മകൾ സംസാരിക്കണം, തൻ്റെ മകളെ ചേർത്ത് നിർത്തണം എന്നൊരു ആഗ്രഹമൊന്നും സ്റ്റാലിനില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. തുടർന്നാണെങ്കിൽ അലീന ഇങ്ങനെ ആകെ സങ്കടത്തിലിരിക്കുന്ന സമയം അലീനയ്ക്ക് നമ്മുടെ ബാലചന്ദ്രൻ്റെ കോൾ വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ബാലചന്ദ്രൻ്റെ കോൾ വന്നതും അലീനയാണെങ്കിൽ ഓടിപ്പോയി ഫോൺ എടുത്ത് സംസാരിക്കേണ്ട. എന്താച്ചാ, കുറേ നാളായല്ലോ വിളിച്ചിട്ട്, എന്തായി കാര്യങ്ങളൊക്കെ, അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു. ഇവിടെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല മോളെ, ഇവിടെ ഒരുവിധം എല്ലാവർക്കും സുഖം തന്നെയാണ് എന്ന് പറയുകയാണ്. പിന്നെ വൈജയന്തിയുടെ കാര്യം അറിയാമല്ലോ എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ ആണെങ്കിൽ മോൾക്കോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛാ, കാരണം ഇവിടെ ഒരു പണി എടുക്കണ്ട, ഏതു നേരവും നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ഭക്ഷണമൊക്കെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും, എനിക്ക് ഒരു പണിയില്ലാതെ ഇവിടെ ബോറടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. കൂടാതെ വല്യപ്പച്ചൻ വന്നിട്ടുണ്ടായി എന്നും നമ്മുടെ അലീന പറയുകയാണ്, അതായത് പപ്പയുടെ പപ്പ. ഇതേ സമയമാണെങ്കിൽ എന്നിട്ട് പപ്പയുടെ പപ്പ എന്ത് പറഞ്ഞു നിന്നോട് എന്ന് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്നെ പുള്ളിക്ക് ഇപ്പോൾ ഭയങ്കര കാര്യമാണ് എന്ന് പറയുമ്പോൾ, അതല്ലേലും എനിക്കറിയാമല്ലോ, നീ എല്ലാവരെയും നിൻ്റെ വശത്താക്കിയെടുക്കാൻ നിനക്കൊരു പ്രത്യേക കഴിവുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുന്നു.
വല്യപ്പച്ചൻ എന്നെ വലിയ ഇഷ്ടമാണ് എന്ന് പറയുന്നു. വല്യപ്പച്ചൻ എനിക്ക് വേണ്ടി തൻ്റെ പപ്പയോട് കൂടെയുള്ള കുടിയൊക്കെ നിർത്തി എന്ന് പറയുമ്പോൾ, അപ്പം നിൻ്റെ പപ്പയോ? നിൻ്റെ പപ്പ നിന്നോട് സംസാരിക്കുന്നില്ലേ? ആള് മദ്യപാനമൊക്കെ കുറച്ചില്ലേ എന്ന് ചോദിക്കുന്നത് കാണാം. എൻ്റെ പൊന്നച്ച, ഏത് നേരവും മദ്യപാനം രാവിലെ തന്നെ തുടങ്ങും, രാത്രി വരെ മദ്യപിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നു. എൻ്റെ മോളെ, നീ എന്നിട്ടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ പലകുറി പറഞ്ഞതാ മദ്യപാനിക്കരുത്, മദ്യം ആരോഗ്യത്തെ ബാധിക്കുമെന്നൊക്കെ. ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞത് ലേശം പോലും കണക്കിലെടുക്കുന്നില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. എൻ്റെ മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അത് നിൻ്റെ പപ്പയാണ്. നിൻ്റെ പപ്പയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും നിനക്ക് ഉണ്ടാവുകയില്ല. നിൻ്റെ അമ്മ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നിനക്ക് പപ്പ മാത്രമേ ഉള്ളൂ. പപ്പയുടെ ആരോഗ്യം നിനക്ക് പ്രധാനമാണ് എന്ന് പറയുന്നു. ഇനി നിൻ്റെ പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ, നിൻ്റെ പപ്പ മരിക്കുകയെ എങ്ങനെ എന്തെങ്കിലും ഇരിക്കട്ടെ, നിന്നെ അവരെല്ലാവരും കൂടി വന്ന് പിടിച്ച് പുറത്താക്കും. വേറെ ഒരു വഴിയില്ല. അത് നീ മനസ്സിലാക്കണമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മദ്യപിക്കുന്ന സ്റ്റാലിയെ, റിട്ടയർഡ് കേണലെ നീ നിൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നു. എനിക്ക് പേടിയില്ലാച്ച എന്ന് പറയുമ്പോൾ, നിന്നെക്കൊണ്ട് സാധിക്കും മോളെ, നിന്നെക്കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്ന വാക്ക് കേട്ട് അലീനയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്, ധൈര്യപ്പെടുന്നുണ്ട്. ഒടുവിൽ അലീനയാണെങ്കിൽ മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റാലിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, മദ്യപാനം നിർത്തുന്നതാണ് ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലത്, എനിക്ക് അത് ഇഷ്ടമല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ എൻ്റെ ശീലങ്ങളൊന്നും എനിക്ക് നിർത്താൻ കഴിയില്ല എന്ന് സ്റ്റാൻലി പറയുന്ന സമയം, എങ്കിൽ മദ്യപിക്കുന്ന വീട്ടിൽ എനിക്ക് നിൽക്കുന്നത് ഒന്നുകൂടി ആലോചിക്കണം. ഞാനിവിടെ നിൽക്കണമെങ്കിൽ മദ്യം കഴിക്കാനൊന്നും പാടില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ കഴക്കൂട്ടത്തെ എൻ്റെ ഓർഫണേജിലേക്ക് കൊണ്ടാക്കിക്കോളാനായിട്ടും പറയുന്നു. ഇതേ സമയം സ്റ്റാലിയാണെങ്കിൽ അലീന പറയുന്നത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. കാരണം അനാഥാലയം എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാലിനുണ്ടായിരുന്ന ധൈര്യത്തിൻ്റെ 100% കുറയും. പിന്നെ പോവാണെന്ന് പറയുമ്പോൾ കേൾക്കണ്ടല്ലോ. ഇതേ സമയം തനിക്ക് സമയം തരണം, സാവകാശം തരണം എന്ന് പറയുമ്പോൾ, സാവകാശമൊക്കെ തരാം, പക്ഷെ നിർത്തണമെന്ന് അലീന പറയുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ്